9 മണി തൊട്ട് 11 മണി വരെ. അത് കഴിഞ്ഞ് വെയിൽ കൊള്ളണ്ട 3 മണി തൊട്ട് 5 മണി വരെ. ഞങ്ങൾക്കാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് ഞങ്ങൾ വീടുകളിൽ പോകണം. ഇത് കാണിക്കുന്ന അനീതിയല്ലേ? ഈ അനീതിക്കെതിരെ ഞങ്ങൾ തിരിച്ചു വന്ന് ചോദിച്ചാൽ ആശമാർ വെറും അനാവശ്യ സമരമാണ് കാണിക്കുന്നതെന്നാണ്. ഇപ്പം 12 ആശമാർ മരിച്ചു. ആ കുടുംബങ്ങൾ ഇന്ന് വഴിയാധാരമായിട്ട് കിടക്കുകയാണ്. ഭർത്താവും മക്കളുമായിട്ട് അവർ കിടക്കുകയാണ്. പിന്നെ ഇവർ ഇനിയും ഞങ്ങളായിട്ട് ഇത്രയും ദ്രോഹിക്കണമോ? അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ 62 വയസ്സ് വരെ ഇവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് 62 വയസ്സ് കഴിഞ്ഞ് ഇവർ ഇറങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലും അവർക്ക് വേണ്ടേ? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച്, അതായത് ശമ്പളം വർദ്ധിപ്പിക്കുക, മറ്റ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. രാപ്പകൽ സമരമാണ്. സമരം ഇപ്പോൾ 6ാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ദുരിതങ്ങൾ അവർ നേരിടുന്ന, ഈ ആശാ വർക്കർമാർ നേരിടുന്ന ഒരുപാട് ദുരിതങ്ങളും അവരുടെ പ്രശ്നങ്ങളുമൊക്കെ മലയാളി വാർത്തയോട് അവർ പങ്കുവയ്ക്കുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്കും. കൊടുക്കുന്ന വേതനം പോലും ഞങ്ങൾക്ക് തരുന്നില്ല. അത് കഴിഞ്ഞിട്ട് തൊഴിലുറപ്പുകാർക്ക് പറഞ്ഞിരിക്കണ എന്തെന്നറിയാമോ? 9 മണി തൊട്ട് 11 മണി വരെ. അത് കഴിഞ്ഞ് വെയിൽ കൊള്ളണ്ട 3 മണി തൊട്ട് 5 മണി വരെ. ഞങ്ങൾക്കാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് ഞങ്ങൾ വീടുകളിൽ പോകണം. അപ്പോൾ ഇതെന്തോന്നാണ് ഗവൺമെൻറ് ഞങ്ങളെ മാത്രം ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇത് കാണിക്കുന്ന അനീതിയല്ലേ? ഈ അനീതിക്കെതിരെ ഞങ്ങൾ തിരിച്ചു വന്ന് ചോദിച്ചാൽ ആശമാർ വെറും അനാവശ്യ സമരമാണ് കാണിക്കുന്നതെന്നാണ്. ഇപ്പം മന്ത്രിമാർക്ക് ശമ്പളം കിട്ടുന്നില്ലേ? എല്ലാ വകുപ്പിലിരിക്കുന്നവർക്ക് ശമ്പളം അതാത് മാസം എടുക്കുന്നു. MLA-മാർ 3 മാസം എടുക്കാതെ ഇരിക്കുന്നുണ്ടോ? അവർക്ക് എല്ലാവർക്കും മാസം തോറും കിട്ടുന്നല്ലോ. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആശമാരെ മാത്രം ഇവരെ അവഗണിക്കുന്നു? അത് കാണിക്കുന്നത് തെറ്റല്ലേ? തുച്ഛമായിട്ടുള്ള പൈസ. ഞങ്ങൾ ലോൺ കൊടുക്കാനുണ്ട്, ലോൺ വരെ മുടങ്ങിക്കിടക്കുന്നു. വാടക കൊടുക്കണം, വാടക വരെ മുടങ്ങിക്കിടക്കുന്നു. അപ്പം ഇതൊക്കെ കാണിക്കുന്ന ഈ ഇപ്പം ഇരിക്കുന്ന ഗവൺമെൻറ്റിനോട് ഞങ്ങൾ പ്രതികരിക്കണ്ടയോ? അതുപോലെ തന്നെ എത്ര ദിവസം ഇപ്പൊ സമരം ചെയ്യുന്നു? ഞങ്ങൾ ഈ നിയമം ഞങ്ങൾ വച്ചിട്ടുള്ള ആവശ്യം തരുന്നത് വരെ ഞങ്ങൾ ഇവിടെ രാപ്പകൽ സമരം നടത്തിയിരിക്കും. ഈ 6 ദിവസത്തിനിടയിൽ അധികാരികളിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ മന്ത്രിമാരെ വിളിച്ചിട്ടുണ്ട്. അതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബാക്കി റിപ്പോർട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് അവർ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അനുകൂലമായി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അനുകൂലമായിട്ട് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറും. ഞങ്ങൾ വച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറും. ഇല്ല എങ്കിൽ ഞങ്ങൾ രാപകൽ സമരം എന്ന് ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ എന്തൊക്കെ രീതിയിലുള്ള സമരമാണ് ഇവിടെ ചെയ്തത്? ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി ഇവിടെ കഞ്ഞി വെക്കുന്നുണ്ട്. പകലും കഞ്ഞി വെച്ച് തന്നെ ഞങ്ങൾ ദൂരസ്ഥലത്തൊക്കെയാണ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉച്ചഭക്ഷണം ഇവിടെ വയ്ക്കുന്നുണ്ട്. ഇവിടെയാണ് വയ്ക്കുന്നത്. അത് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യും. അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും വെച്ച് കഞ്ഞി വെച്ച് വരുന്നവർക്ക് ഒരു നേരത്തെ കഞ്ഞി കൊടുക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് കൊടുക്കും. പിന്നെ പ്രകടനം ഇപ്പൊ LCD സർവേക്ക് മെയിൽ വോളണ്ടിയേഴ്സ് വേണം. നമ്മളെ സേവനം ചെയ്യുന്നത് സേവനമാണെന്നാണ് അവർ പറയുന്നത്. നമ്മൾ LCD സർവേക്ക് മെയിൽ വോളണ്ടിയറെ കൊണ്ടുപോകണം. അവർക്കുള്ള ആനുകൂല്യം എന്താണ്? ഞങ്ങൾ ഒരു മെയിൽ വോളണ്ടിയറെ കൊണ്ടാണ് 14 ദിവസം കൊണ്ടാണ് 14 ദിവസം കൊണ്ടാണ് സർവേ എടുക്കേണ്ടത്. നമുക്ക് ഒരു ആനുകൂല്യങ്ങളും തരുന്നില്ല. ഞങ്ങൾ മെയിൽ വോളണ്ടിയറെ കൊണ്ട് കിടക്കുകയാണ്. ഇന്ന് ഒരു വോളണ്ടിയർ വന്നാൽ 300 രൂപ ഇല്ലാതെ ആരെങ്കിലും വരുമോ? ഒരു ദിവസത്തേക്ക് 300 രൂപ ഇല്ലാതെ വരത്തില്ല. പക്ഷേ ഒരു പ്രാവശ്യം നമുക്ക് മെയിൽ വോളണ്ടിയർക്ക് കൊടുത്തത് 1000 രൂപയാണ്. ഇത്രയും ദിവസം 14 ദിവസം വന്നതിന് കൊടുത്തത് വെറും 1000 രൂപയാണ്. അപ്പോൾ അടുത്ത് ഒരു മെയിൽ വോളണ്ടിയറെ വിളിച്ചാൽ വരുമോ? മെയിൽ വോളണ്ടിയറെ കൊണ്ട് തന്നെ പോകണം. കാരണം മെയിൽ വോളണ്ടിയറെ നോക്കേണ്ടത് മെയിലാണ്, ഫീമെയിൽ ആൾക്കാരെ നോക്കേണ്ടത് ഫീമെയിലാണ്. അപ്പോൾ അവരെ കൊണ്ടുപോകണം. ഈ സർവേ തന്നെ 2 മാസത്തിന് മുമ്പേ വന്നു. അപ്പോഴും നമ്മളെടുത്തു. അപ്പോൾ മെയിൽ വോളണ്ടിയർ നമുക്ക് വേണ്ടായിരുന്നു. ഇപ്പം മെയിൽ വോളണ്ടിയറേയും കൊണ്ടുപോയി തന്നെ നമ്മൾ എടുക്കണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഏത് മെയിൽ വോളണ്ടിയറാണ് ഇത്രയും സന്നദ്ധമായിട്ട് വരുന്നത്? എൻ്റെ വാർഡിൽ ഞാൻ പോകുന്ന സ്ഥലത്ത് എൻ്റെ കൂടെ വരുന്ന ഒരു BSc നേഴ്സാണ് മെയിൽ വോളണ്ടിയർ. ഞങ്ങൾ 9-ാം തീയതി വരെ പോയി. 10-ാം തീയതി വരെ നമ്മൾ സമരത്തിലാണ്, പോയില്ല. അവർക്ക് ഇവരെന്ത് കൊടുക്കും? ഇങ്ങനെ ഓരോ ആശമാരും കൊണ്ടുപോകുന്ന മെയിൽ വോളണ്ടിയർക്കുള്ള വേതന എന്താണ്? ഇത് ഗവൺമെൻറ് നോക്കുന്നുണ്ടോ? ഗവൺമെൻറ് പറയുന്നത് എല്ലാവർക്കും ജോലി കൊടുക്കണമെന്നാണ്. ഇങ്ങനെ കൊടുക്കുന്ന മെയിൽ വോളണ്ടിയർക്ക് എന്തെങ്കിലും
കൊടുക്കുന്നുണ്ടോ? ഒരു ബെനിഫിറ്റും ഇല്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ഞങ്ങളെയൊക്കെ ഒരു ആൾക്കാരിങ്ങനെ പോകുമ്പോൾ രണ്ടുപേരും എന്തോന്നാണ് വിചാരിക്കുന്നത്? നമുക്കൊരു വേതന വേണ്ടേ? അപ്പോൾ ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരെ സമരമായിട്ട് മുന്നോട്ട് പോകും. ഉറപ്പായിട്ട് കഷ്ടപ്പെട്ട ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടില്ലേ? കോവിഡ് കാലത്ത് ഞങ്ങളുടെ ജീവൻ പണയം വെച്ചല്ലേ ഞങ്ങൾ നിന്നത്. ഈ ആരോഗ്യവകുപ്പിൽ എത്രത്തോളം കിരീടങ്ങൾ വാരിച്ചൂടി എന്ന് WHO ഒക്കെ പറഞ്ഞില്ലേ? കേരളത്തെ മാതൃകയാക്കണമെന്ന്. ആ കേരളത്തെ മാതൃകയാക്കാൻ ഞങ്ങൾ എന്തുമാത്രം അധ്വാനിച്ചു. ഞങ്ങളുടെ ജീവനെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ മറന്ന് ഞങ്ങളുടെ ജീവനെ പണയം വെച്ചാണ്. ഞങ്ങൾ എത്ര ആശാ സഹോദരിമാർ മരണപ്പെട്ടു പോയി. കോവിഡ് കാലത്ത് ഇതിനു വേണ്ടി പോയപ്പോൾ 12 ആശമാർ മരിച്ചു. ആ കുടുംബങ്ങൾ ഇന്ന് വഴിയാധാരമായിട്ട് കിടക്കുകയാണ്. ഭർത്താവും മക്കളുമായിട്ട് അവർ കിടക്കുകയാണ്. പിന്നെ ഇവര് ഇനിയും ഞങ്ങളായിട്ട് ഇത്രയും ദ്രോഹിക്കണമോ? ഇത് കാണിക്കുന്ന ഇത്രയും തെറ്റല്ലേ? ഇപ്പൊ ഞങ്ങളിൽ പലരും രോഗികളാണ്. കാല് വയ്യാത്തവര്, മുട്ട് തേയ്മാനം, ഇത്രയും 18 വർഷം കൊണ്ട് നടക്കണില്ലേ? മലയും കുന്നും കയറി ആശമാർ നടക്കുന്നു. പലരും മുട്ട് മാറ്റി വെച്ചവര്, മുട്ട് കൊണ്ട് നടക്കാൻ പറ്റാത്തവരുമാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ 62 വയസ്സ് വരെ ഇവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് 62 വയസ്സ് കഴിഞ്ഞ് ഇവർ ഇറങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലും അവർക്ക് വേണ്ടേ? അവരുടെ ചികിത്സാ സഹായത്തിനെങ്കിലും എന്തെങ്കിലും വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ 5 ലക്ഷം ആവശ്യപ്പെട്ടതും അത് പെൻഷൻ വേണമെന്ന് പറഞ്ഞത്. ESA, PF അങ്ങനെ ഒന്നും ഞങ്ങൾക്കില്ല. അപ്പൊ ഇതെല്ലാം ഞങ്ങൾക്ക് ആവശ്യം. 62 വയസ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ കേരളം മാത്രം അനങ്ങുന്നില്ല. ഇപ്പൊ സേവനം ചെയ്യുന്ന ആശമാര് മരിച്ചുകൊണ്ടിരിക്കുന്നു. ആരും അറിയുന്നില്ല. ഞങ്ങളെ ഗ്രൂപ്പിലിടുമ്പോൾ ആശമാര് മാത്രം അറിയുന്നു. അതാത് ആശമാരുടെ ആ ഏരിയയിലുള്ളവർ അവരുടെ ജയിച്ചാൽ അവരുടെ ഉദ്യോഗസ്ഥരാരെങ്കിലും ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഈ സമരത്തിന് മുന്നോടിയായിട്ട് 2 ആശമാർ മരിച്ചു. അവർ മരിച്ചു, അത്ര തന്നെ. അത് ഓരോ അസുഖങ്ങളാണ്. അവർക്ക് ആശമാർക്ക് സ്കിൻ ഡിസീസാണ്. എല്ലാ വെയിൽ കൊണ്ട് എല്ലാ ആശമാർക്കും. പക്ഷേ മരിച്ചു എന്ന് നമ്മുടെ ഗ്രൂപ്പിൽ അറിയുന്നു. ആ ഏരിയയിലുള്ള ആശമാർ പോകുന്നു, ഒരു ആദായം ഞങ്ങൾ ഇടുന്നു. അല്ലാതെ ഈ ഗവൺമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കാമെന്ന് പറയുകയോ അവരുടെ കുടുംബത്തിന്റെ കഷ്ടത എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഇപ്പം ഭർത്താവ് മരിച്ച് 2 കുട്ടികളുള്ള ആശ എന്നെ മരിക്കണമെങ്കിൽ ആ കുട്ടികൾ അനാഥ. അവർക്കിനി വേറെ ഒന്നുമില്ല. വേറെ ആരും ചോദിക്കാനില്ല. അവർ മരിച്ചു, അത്ര തന്നെ. ആശമാർ മരിച്ചു, ആ വാർഡിൽ വേറെ ആശ എടുക്കുന്നു. അതല്ലാതെ വേറെ ഒരു നിയമവും അവിടെ വരുന്നില്ല. അല്ലെങ്കിൽ ആ മരിച്ച ആശമാരുടെ കുടുംബത്തിന്റെ എന്താണ് സ്ഥിതി, ആ സ്ഥിതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. അവർക്കൊരു ആനുകൂല്യവും ഇല്ല. എന്തായാലും ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരെ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറുന്നത് വരെ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. മരിക്കാൻ തയ്യാറല്ല. നമ്മളെ പൊരുതി നേടാനാണ് തയ്യാറ്. മരിക്കാനല്ല. അവർക്കെങ്കിലും കിട്ടുമല്ലോ. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇനി വരുന്ന തലമുറയെങ്കിലും രക്ഷപ്പെടുമോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് പൊരുതി നേടിയിട്ട് ഞങ്ങൾ പോകും.